ഒരു ഇടവേളയ്ക്ക് ശേഷം മധ്യപൂർവേഷ്യയിൽ നിന്നും അതിസുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ വരികയാണ്. നമുക്കറിയാം, 2023 ഒക്ടോബർ 7 തീയതി മുതൽ മധ്യപൂർവേഷ്യയെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയത് ഗാസയാണ്. ഹമാസ് ഭീകരർ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് നടത്തിയ അതിക്രൂരത നിറഞ്ഞ ആ ഒരു ആക്രമണമാണ്. അതിൻ്റെ തലഫലമായിട്ട് ഏകദേശം 600-ലധികം ദിവസമായി യുദ്ധഭൂമിയായിട്ട് ഗാസ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാനിടയുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഗാസയെ പൂർണ്ണമായും കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള ഒരു നീക്കം അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു നീക്കം മധ്യപൂർവേഷ്യയുടെ പൊളിറ്റിക്സിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, ഈ ഒരു നീക്കത്തോട് ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും? മാത്രമല്ല, ഈ ഒരു അവസ്ഥ വരുത്തിവെച്ചത് ആര്? ഈ ഒരു അവസ്ഥയ്ക്ക് ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എത്രത്തോളം ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നു? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. റോബിൻ അരുൺ, അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക്, ഒരു തലത്തിലേക്ക് മധ്യപൂർവേഷ്യയിലെ പൊളിറ്റിക്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു നിലപാടിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, ഇസ്രായേലിൽ നിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിൽ സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിലുള്ള വലിയൊരു തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ഗാസയുടെ സമ്പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ഇൻവേഷൻ ഓഫ് ഗാസ എന്ന രീതിയിലേക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചെറിയൊരു ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലം, ഈ ഹമാസ് എന്തുകൊണ്ട് അവിടെ ഗാസയിൽ ഇസ്രായേലിന് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിന് ഒരു തലവേദനയായിട്ട് അവിടെ നിലനിൽക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള 1-2 ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഇൻവേഷനിലേക്ക്, ഗാസയുടെ ഒരു കംപ്ലീറ്റ് ഇൻവേഷനിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം ചരിത്രത്തിൽ നിന്നും പല പാഠങ്ങൾ ഇസ്രായേൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് ഈ ഒക്ടോബർ 7 തീയതി 2023 ഒക്ടോബർ 7 ആണല്ലോ അവിടെ നടക്കുന്ന ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു അല്പസമയത്തെങ്കിലും ഒരു സമാധാന കാലയളവ് ആ മേഖലയിൽ നിലനിന്നിരുന്നു. ആ ഒരു സമയത്ത് ഇസ്രായേൽ സർക്കാർ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടം അല്പമെങ്കിലും ഈ ഹമാസ് ഭീകരർ ആയുധം താഴെ വയ്ക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇനി തലവേദന സൃഷ്ടിക്കുകയില്ല, അത്ര പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കുകയില്ല എന്ന ഒരു മിഥ്യാധാരണയിലേക്ക് പോയിരുന്നു. പക്ഷേ ആ ഒരു ധാരണയെ മുതലെടുത്തിട്ടാണ് ഹമാസ് ഭീകരർ ഒക്ടോബർ 7 തീയതി 2023 ഒക്ടോബർ 7 തീയതി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത് അവരെ കൊന്നൊടുക്കിയത്. അതിനാൽ തന്നെ ഒരു ഹമാസ് ഭീകരനെങ്കിലും ഇസ്രായേലിൻ്റെ തൊട്ടടുത്തുള്ള ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ, ഒരുപക്ഷെ അടുത്ത മാസമായിരിക്കില്ല, പിന്നത്തെ മാസമായിരിക്കില്ല, വർഷങ്ങൾക്ക് ശേഷം ഒരു ഹമാസ് ഭീകരനെങ്കിലും ആ ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിലെ ഭാവി തലമുറയ്ക്ക് അത് വലിയൊരു തലവേദന സൃഷ്ടിക്കും, പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന വളരെ വ്യക്തമായിട്ടുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കംപ്ലീറ്റ് ഇൻവേഷൻ എന്ന ഒരു പ്ലാനിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നത്. നിലവിൽ ഗാസയിലൊരു അവസ്ഥ കൂടി ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ ഏകദേശം ഗാസയിലെ 75% പ്രദേശങ്ങൾ നിലവിൽ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ IDFൻ്റെ കൈവശമാണ് എന്നത് കണക്കുകൾ സഹിതം നമുക്ക് വ്യക്തമാണ്. 75%. ഇനി ഇവർ ഇൻവേഷൻ നടത്താൻ പോകുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് 25%. ആ 25% എന്ന് പറയുന്നത് വളരെ വോളറ്റൈലായിട്ടുള്ള, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അതായത് നിരവധി അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. മാത്രമല്ല, ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ഏകദേശം 20,000-ലധികം ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഇനി അവശേഷിക്കുന്ന ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് ഈ 25% വരുന്ന ആ ഒരു പ്രദേശത്തിലാണ്, സാധാരണക്കാർക്ക് ഇടയിലാണ്. മാത്രമല്ല, ജീവനോടെ ഇരിക്കുന്ന ഇസ്രായേൽ ബന്ദികൾ ഏകദേശം 20ഓളം വരും, അവരും ആ പ്രദേശത്ത് തന്നെയാണ്. അതിനാൽ ഇനി വരുന്ന 25%-ലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആ ഒരു ആക്രമണം എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത് നമുക്കറിയാം അയൺ ഡോം പോലുള്ള സംവിധാനമാണ്. പക്ഷേ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് സാധാരണക്കാരാണ്. അതായത് സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി വെച്ചുകൊണ്ടാണ് ഹമാസ് ഇത്രയും നാളും ഈ പറയുന്ന യുദ്ധം
നീട്ടിക്കൊണ്ട് പോയത്. ഒരുപക്ഷെ ഹമാസിനെ പോലെ ഇസ്രായേൽ ക്രൂരന്മാരായിരുന്നെങ്കിൽ ഓൾ ഓഫ് എ സഡൻ ഒരു വലിയ ബോംബ്, നമുക്കറിയാം ഗാസ ചെറിയൊരു പ്രദേശമാണ്, വലിയൊരു ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരെ അടക്കം കൊന്നൊടുക്കുകയാണെങ്കിൽ ഹമാസ് ഭീകരരെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഏകദേശം 660 ദിവസങ്ങളോളം ഈ യുദ്ധം നീണ്ടു നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഹമാസ് ഈ സാധാരണക്കാരെ അവിടെ മനുഷ്യ കവചങ്ങളാക്കി വെക്കുന്നു, അതിൻ്റെ മറവിൽ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അതിനാൽ മാത്രമല്ല, ഇനി ഇസ്രായേൽ ഒരുപക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് ഗാസയെ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു പ്രതികരണം കൂടി വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിലാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോകുന്നു. ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന വരുന്നത്. അതിനാൽ തന്നെ ഇസ്രായേൽ ഇനി ഗാസയിൽ നടത്തുന്ന ഏതൊരു നീക്കവും വളരെ ജാഗ്രതയോടുകൂടി തന്നെ, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി തന്നെയായിരിക്കും ലോകരാജ്യങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ഇൻവേഷനിലേക്ക് ഇസ്രായേൽ പോവുകയാണെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷെ ഒറ്റപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അമേരിക്ക ആ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, അതിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത്. ഗാസയിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചില ചിത്രങ്ങളൊക്കെയുണ്ട് അല്ലേ, എല്ലും തോലുമായിട്ട് ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ, മാത്രമല്ല അവിടേക്ക് മാനുഷിക സഹായങ്ങൾ എത്തുന്നില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, മാനുഷിക സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ, അതും ഒരു സൈഡിൽ അങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഒരു കംപ്ലീറ്റ് ഇൻവേഷൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത്. ഓർക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു തീരുമാനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടില്ല. ഇസ്രായേലിലെ സെക്യൂരിറ്റി ക്യാബിനറ്റ് തന്നെ ഈ ഒരു തീരുമാനത്തോട് രണ്ട് അഭിപ്രായമാണ്. മാത്രമല്ല അതിനേക്കാളൊക്കെ ഉപരി IDF, നമുക്കറിയാം 660 ദിവസം ഈ ഗാസ മുനമ്പിൽ ഇവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. IDFൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ്, സൈനിക മേധാവി തന്നെ ഈ ഒരു നീക്കത്തോടൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളാണ് ഇനി മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്നത്. അതിനോട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഏത് രീതിയിലുള്ളൊരു പ്രതികരണം അതിനോടുണ്ടാകും, ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും, അമേരിക്ക ഇസ്രായേലിനെ ഈ ഒരു വിഷയത്തിൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ വളരെ നിർണായകമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പോയിന്റിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ പ്രോ ഹമാസ് മീഡിയകളുടെ വലിയൊരു തുറപ്പുചീട്ടാണ് ഈ പറയുന്ന ഈ ഗാസയിലെ ചില കുട്ടികളുടെയൊക്കെ ചിത്രങ്ങളിങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ചില പ്രൊപ്പഗണ്ട. നമുക്കറിയാം ഗാസയിൽ യുദ്ധഭൂമിയാണ് ഗാസ. അത് കൺവെൻഷനലായിട്ടുള്ള യുദ്ധമല്ല അവിടെ നടക്കുന്നത്. സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ സാധാരണക്കാർ അധിവസിക്കുന്ന മേഖലയാണ് യുദ്ധഭൂമി. അതിനാൽ തന്നെ വിശപ്പും പട്ടിണിയും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷേ ചില പ്രൊപ്പഗണ്ട വീഡിയോകൾ അവിടെ നിന്ന് വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അവിഹിതമായിട്ടുള്ള ഫണ്ടിങ് ഒക്കെ അവിടേക്ക് ഒഴുകുന്നു. അത് ഹമാസിൻ്റെ പോക്കറ്റിലേക്ക് പോകുന്നു. അത് വർഷങ്ങളായിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അരുൺ, അതായത് എത്രത്തോളം വാസ്തവമുണ്ട് ഈ ഗാസയിൽ നിന്നും പുറത്തു വരുന്ന ഈ ചിത്രങ്ങൾക്ക്, എത്രത്തോളം ഒരു ആധികാരികതയുണ്ട്, എത്രത്തോളം രൂക്ഷമാണ് ഇവർ അവകാശപ്പെടുന്നത് പോലെ ഗാസയിലെ നിലവിലെ മാനുഷികമായിട്ടുള്ള പ്രതിസന്ധികൾ? ജോർജി, കഴിഞ്ഞ മെയിലാണ് ഓപ്പറേഷൻ ഗിദയോനുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലേക്ക് ഇതുവരേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ഈ സമയം പറയാൻ സാധിക്കുന്നത്. അവരൊരു മാനുഷിക ഇടനാഴിയൊക്കെ ഉണ്ടാക്കി അതിലൂടെ ഭക്ഷണം കൊടുക്കുന്നതും, അതുവരെ ഗാസയിലേക്ക് ഭക്ഷണമായിട്ടുള്ള ട്രക്കുകളെത്തും, ലിമിറ്റഡ് ആയിട്ടുള്ള ട്രക്കുകളെത്തും. ആ ട്രക്കുകളുടെ വിതരണം ഏറ്റെടുത്ത് നടത്തിയിരുന്നത് ഹമാസ് ആയിരുന്നു. അപ്പോൾ ഹമാസ് തന്നെ അത് നിയന്ത്രിച്ചിരുന്ന ഒരു കാലത്ത് ഭൂരിഭാഗം ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം ഹമാസിൻ്റെ കയ്യിലേക്ക് തന്നെ പോകും. രണ്ട്, ആ ജനത്തെ എപ്പോഴും അവരൊരു അടിമയാക്കി വയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് തങ്ങൾ തന്നെ അവിടുത്തെ ഭരണം, തങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് അവരൊരു മാനുഷിക ഇടനാഴി സൃഷ്ടിക്കുകയും ഭക്ഷണത്തിൻ്റെ വിതരണം 1-2 സ്വതന്ത്ര സംഘടനകളെ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. UN പോലും അതിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും വിജയിച്ചില്ല എന്നാണ് ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗാസയിൽ പട്ടിണിയാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിൻ്റേതായ ചിത്രങ്ങളും വാർത്തകളും ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സ്റ്റാർവേഷനിലേക്ക് ഗാസ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന തടസ്സങ്ങളാണ്. ഇനി രണ്ടാമത് ജോർജ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരാം. അതായത് ഗാസയിൽ നിന്നും ചില ചിത്രങ്ങൾ വരുന്നു. അവിടെയുള്ള കുട്ടികളെ എല്ലും തോലുമായിട്ടുള്ള ചില കുട്ടികളുടെ ചിത്രങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസം മുഹമ്മദ് സക്കരിയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ അമ്മ എടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം, അത് ഇൻ്റർനാഷണൽ മീഡിയയിൽ വലിയൊരു ചലനം ഉണ്ടാക്കി. അത്രത്തോളം ദാരുണമായൊരു ചിത്രമായിരുന്നു. ആ കുട്ടി എല്ലും തോലുമായിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ്. ഇതേപോലെ തന്നെ ഹമാസിൻ്റെ 2 വീഡിയോസ് വന്നു. അത് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന 2 വ്യക്തികളാണ്. ഒരു റോം ബ്രസ്ലാവ്സ്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ എവിത്യാർ ഡേവിഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെയും. ഇവർ 2 പേരും അന്ന് നോവ മ്യൂസിക് ഫെസ്റ്റിവലിനാണ് ഇവരെ ബന്ദികളാക്കി കൊണ്ടുപോയത്. ഇതിലെ ഡേവിഡിന് 24 വയസ്സും റോമിന് 21 വയസ്സാണ്.
റോം അന്ന് അവിടെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആയിട്ടാണ് അവൻ വർക്ക് ചെയ്തത്. അവൻ ഈ ഹമാസിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒരുപാട് പേരെ രക്ഷിച്ചതിന് ശേഷമാണ് അവൻ ബന്ദിയാക്കപ്പെട്ടത്. അതുപോലെ തന്നെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വന്നതാണ് ഡേവിഡ്. അവരുടെ ഇന്നത്തെ അവസ്ഥ അത് കാണുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളിൽ അത് എത്രത്തോളം വാർത്തയായിട്ട് വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലോക മാധ്യമങ്ങൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് കണ്ടത്. അത് രണ്ടും പ്രൊപ്പഗാൻഡ വീഡിയോകളാണ്. ഇതിൽ ഡേവിഡ് സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ഒരു ചിത്രമാണ്, ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നടക്കുവാൻ പോലും പറ്റാതെ ഏന്തി നടക്കുന്ന എല്ലുകൾ മാത്രമുള്ള ഒരു വ്യക്തി. അദ്ദേഹം ഇങ്ങനെ നിരാശനായിട്ട്, അദ്ദേഹം കിടക്കുന്നിടത്ത് വെളിച്ചമില്ല, വായുവില്ല, ഭക്ഷണമില്ല, ഒരല്പം പോലും ഭക്ഷണം തനിക്ക് കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ പറയുന്നത്. വെള്ളവുമില്ല, ബാത്റൂമിനുള്ള യാതൊരു സൗകര്യമില്ല, ഒരു ചെറിയൊരു കുഴിയാണ്, അദ്ദേഹം കിടക്കുന്നിടത്ത് തന്നെയാണ് ആ കുഴിയുള്ളത്. ഇതിന് സമാനമാണ് റോമിൻ്റെ അവസ്ഥയും. റോമിന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹവും ആയിരിക്കുന്നു. ഈ രണ്ടു പേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിയാണ്. ഇവർ രണ്ടുപേരും ആ അവസ്ഥയിൽ നിന്നാണ് ഈ ഹമാസിൻ്റെ ബന്ദികളാക്കിയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണ് അവരുടെ മേൽനോട്ടം നടത്തുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു ന്യായീകരണമുണ്ട്. ഇത് തന്നെയാണ് പാലസ്തീനിലെ എല്ലാവരുടെയും അവസ്ഥ. പാലസ്തീനിലുള്ളവർ എന്ത് കഴിക്കുന്നോ അത് ഇവർ കഴിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഇവർ കഴിക്കുന്നത്. പക്ഷേ ആ വീഡിയോ അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, ഇദ്ദേഹത്തെ പിടിച്ചിരിക്കുന്ന ഒരു മാംസളമായ ഒരു കൈ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് പ്രൊപ്പഗാൻഡ വീഡിയോ ആണ് എന്നതിനേക്കാൾ ഉപരി ഈ ബന്ദികളെ ഹമാസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു, പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഇവരെ എങ്ങനെ ഡീൽ ചെയ്തു എന്നതിൻ്റെ കൃത്യമായൊരു ചിത്രമാണ് ഈ കാണുന്നത്. ഈ ഡേവിഡിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്, ഒരു ജീവനുള്ള അസ്ഥികൂടം, സ്വന്തം ശവക്കുഴിയിലേക്ക് വീഴാൻ പോകുന്ന ജീവനുള്ള ഒരു അസ്ഥികൂടം എന്നാണ് സ്വന്തം കുടുംബം ഡേവിഡിനെ കണ്ടപ്പോൾ അവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഹമാസ്, ഇതാണ് ലോകം അറിയേണ്ടത്. ഈ ഹമാസ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഹമാസ് ഇത് ചെയ്യുന്നത്? എന്തിനാണ് ഹമാസ് ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്? ജോർജി നേരത്തെ സൂചിപ്പിച്ചത് തന്നെ, ഇസ്രായേൽ അയൺ ഡോമാണ് അവരുടെ പ്രതിരോധ കവചമാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ഹമാസ് കവചമാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ഗാസയിലെ ജനങ്ങളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് സക്കരിയ, അതെല്ലാം പ്രൊപ്പഗാൻഡ വീഡിയോകളാണ്. പക്ഷേ ഗാസയിലെ സ്റ്റാർവേഷൻ ഉണ്ട്. മുഹമ്മദ് സക്കരിയ എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി സെർബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടിയാണെന്നാണ് പറയുന്നത്. ജനിതക വൈകല്യങ്ങളുള്ളൊരു കുട്ടിയാണ്, ജനിച്ചപ്പോൾ മുതൽ വൈകല്യങ്ങളുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഭക്ഷണത്തിൻ്റെ കുറവും എല്ലാം കൂടിയിട്ടാണ് ആ കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെ എത്തിച്ചിരിക്കുന്നത്. ഏകദേശം 100-ന് താഴെ കുട്ടികൾ സ്റ്റാർവേഷൻ മൂലം ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഏകദേശം 200ഓളം മുതിർന്നവരും സ്റ്റാർവേഷൻ മൂലം കൊല്ലപ്പെട്ടു എന്ന് ഗാസയിലെ ആരോഗ്യവകുപ്പ് പറയുന്നു. നമുക്ക് അവിടെ നിന്നുള്ള ഡാറ്റകൾ ഒരിക്കലും കൃത്യമായിട്ടൊരു ഡാറ്റ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇസ്രായേൽ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ എൻട്രി കൊടുത്തിട്ടില്ല. അപ്പോൾ മറ്റു വിദേശ മാധ്യമങ്ങൾക്ക് പോലും വാർത്ത കൊടുക്കുന്നത് ഗാസയിലെ മാധ്യമ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഗാസയിലെ ഫ്രീലാൻസേഴ്സാണ് ഈ വാർത്തകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആധികാരികത നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഗാസ സ്റ്റാർവേഷനിലേക്ക് കടന്നിരിക്കുന്നത് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അത് പൂർണ്ണമായിട്ട് എതിർക്കുന്നുണ്ട്. ഗാസയിൽ പട്ടിണി ഇല്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ ട്രംപ് പറയുന്നു അവിടെ പട്ടിണിയുണ്ട്, അവിടെ പോഷകാഹാരക്കുറവുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗാസയിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ വരുന്നത്. പക്ഷേ അതിനുള്ള ഒരു പ്രതിവിധി ട്രംപ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഗാസയിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം, അത് ഈ സ്റ്റാർവേഷൻ ആയിക്കോട്ടെ, അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാരണം ഹമാസാണ്. ഹമാസ് എന്ന് കീഴടങ്ങുന്നുവോ, ഹമാസ് എന്ന് അവരുടെ ബന്ദികളെ, ഇസ്രായേലിൻ്റെ ബന്ദികളെ മോചിപ്പിക്കുന്നുവോ, അതോടുകൂടി ഈ പ്രശ്നത്തിന് അവസാനവുകയാണ്. ഇവിടെ വളരെ കൃത്യമാണ്, ഇനി 49 ബന്ദികളാണ് ഹമാസിൻ്റെ കയ്യിലുള്ളത്. അതിൽ 19 പേര് ജീവനോടെ ഇരിക്കേണ്ടെന്ന് ഇപ്പോഴും അവർ ഇസ്രായേൽ വിശ്വസിക്കുന്നു. ആ 19 ബന്ദികളെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കൊടുത്താൽ പോലും ഇസ്രായേൽ അവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കും. പക്ഷേ ഹമാസ് തയ്യാറല്ല. ഹമാസിനെ ഗാസയിലുള്ള ജനങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരെ സംബന്ധിച്ച് യാതൊന്നും അവരെ ഏശുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യയശാസ്ത്രപരമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ ഗാസയിലെ ജനങ്ങളെയും കുഞ്ഞുങ്ങളെയും കുരുതി കൊടുക്കുകയാണ്. പക്ഷേ ഇത് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ല. ഇവിടെ എല്ലാവരും പറയും ഇസ്രായേൽ അവിടെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ സ്റ്റാർവേഷൻ വന്നത്, ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഗാസയ്ക്ക് ഈ അവസ്ഥ വന്നത്. ഒക്ടോബർ 7-നെ കുറിച്ച് പറയാൻ ഇവിടെ ആരുമില്ല. ഹമാസ് ബന്ദികളാക്കി വെച്ചവരെക്കുറിച്ച് പറയാൻ ഇവിടെ ആരുമില്ല. ആ ബന്ദികളുടെ അവസ്ഥയുടെ വീഡിയോകൾ വന്നാൽ പോലും ആ വീഡിയോ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇവിടെ മാധ്യമങ്ങളില്ല. ഇവർ എല്ലാ കുറ്റവും ഇസ്രായേലിന് നേരെ ആരോപിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് സംഭവിച്ച കാര്യങ്ങളുടെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം സ്ത്രീകളോട് ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചർച്ചയ്ക്ക് പോലും എടുത്തില്ല. അന്ന് പുരുഷന്മാരുടെ ജനനേന്ദ്രിയങ്ങൾ ഛേദിച്ചിരിക്കുന്നു, സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് വെടിവെച്ചിരിക്കുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ തലയിൽ വെടിവെച്ച് കൊന്നിരിക്കുന്നു, കൂട്ടത്തോടെ കത്തിച്ചിരിക്കുന്നു. നിരപരാധികളായ ജനങ്ങൾ, പട്ടാളക്കാരല്ല. പക്ഷേ ആർക്കും അവരെക്കുറിച്ച് പരാതിയില്ല. അവർക്കതിനുള്ള ന്യായീകരണമുള്ളത്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു, ഇവിടെ പലരും ഇസ്ലാമോഫോബിയ പരത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഒക്ടോബർ 7-നെ ഇന്നേ വരെ അപലപിച്ചില്ല? ഇത്രയധികം റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടും ഇന്നേ വരെ
ഇവിടുത്തെ ചില വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവർ എന്തുകൊണ്ട് ഈ ഒക്ടോബർ 7-നെ അപലപിക്കുന്നില്ല? ഇത്രയും വലിയ ക്രൂരതകൾ ചെയ്തിട്ടും ഇവിടെയാണ് സാമാന്യബോധമുള്ള സാധാരണ ജനങ്ങൾ ഇവരെ ഭയപ്പെടുന്നത്. റോബിൻ, ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ട് ഇസ്രായേൽ ആരംഭിച്ച ആ ഒരു സൈനിക നടപടി എനിക്ക് തോന്നുന്നു 2ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. ഏകദേശം 660ഓളം ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ? നമുക്കറിയാം, ഗാസ എന്ന് പറയുന്ന ഒരു ചെറിയൊരു എൻക്ലേവ് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായിട്ടുള്ള ഭൂപ്രദേശമാണ്. പക്ഷേ എന്തുകൊണ്ട് 660-ലധികം ദിവസങ്ങളോളം ഈ ഒരു സൈനിക നടപടി നീളുന്നു? ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എന്തുകൊണ്ട് ഈ ഒരു സൈനിക നടപടി പോകുന്നില്ല? ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ ആണെങ്കിലും അതുപോലെ അമേരിക്കയാണെങ്കിലും ഈ മേഖലയിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ട് ഒരു സൈനിക നടപടി അവസാനിപ്പിച്ച് ഗാസയുടെ പുനർനിർമ്മിക്കുകയോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇതിനെ നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ള ഈ ഹമാസിനെ കഴിഞ്ഞ് ഒരുപാട് ശക്തിയുള്ളതായിരുന്നു, ആയുധങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആയുധബലവും എല്ലാമുള്ള ഹിസ്ബുള്ളയെ ഇസ്രായേലെ അവിടെ യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുകയും ഹിസ്ബുള്ള പിന്നീട് അധികം റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ ഒരു കീഴടങ്ങിയ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതും ഈ ഗാസയിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? കാരണം അത്രയും ആയുധബലമില്ല, അത്രയും ആളുകളില്ല. പോരാളികളുടെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഏകദേശം 40,000 പോരാളികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും സമയം എടുക്കുന്നു എന്നുള്ളത് ഒരു വളരെ എല്ലാവർക്കും ഒരു എന്തുകൊണ്ടാണെന്ന് തോന്നുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനുള്ള ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇതിനെ അധികരിച്ച് എഴുതിയിട്ടുള്ള മിലിറ്ററിയുടെ എക്സ്പെർട്ടുകളടക്കം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം ഗാസയിൽ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് സൈനിക നടപടി എന്നുള്ളത്. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ഏകദേശം 500 മുതൽ 600 വരെ കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കമാണ് ഈ ഗാസ സ്ട്രിപ്പിൻ്റെ അടിയിൽ ഇവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യം അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്താണ്, അതിനെ എസ്റ്റിമേറ്റ് ചെയ്താണ് ഇസ്രായേൽ സൈനിക നടപടിയുമായിട്ട് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിന് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇത് മൊത്തം അണ്ടർഗ്രൗണ്ട് വഴി എല്ലാത്തിൻ്റെയും ഈ ഓർക്കുക, നമ്മൾ ഈ സൈനിക നടപടി തുടങ്ങുമ്പോൾ ഏകദേശം 2.3 മില്യൺ ആളുകളാണ് ഈ ഗാസ സ്ട്രിപ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അടിയിലാണ്, അതും ഇത് ഇത്രയും കുറഞ്ഞൊരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്തിൻ്റെ അടിയിലാണ് ഈ 500 മുതൽ 600 വരെ കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഇപ്പോൾ ലെബനോനിലെ ഭൂപ്രകൃതിയും ഈ ഗാസ സ്ട്രിപ്പിലെ ഭൂപ്രകൃതിയും തമ്മിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ടണലുകൾ നിർമ്മിക്കാൻ എളുപ്പമാണ് ഈ ഗാസയുടെ ആ ഭാഗങ്ങളിൽ. പക്ഷേ അവിടെ ഹിസ്ബുള്ളകളെ സംബന്ധിച്ച് ലെബനോനിൽ അത്ര എളുപ്പമായിരുന്നില്ല. ഇതുപോലുള്ള ലോങ് ആയിട്ടുള്ള ടണലുകൾ നിർമ്മിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് കൃത്യമായി ഇൻ്റലിജൻസ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇസ്രായേലിൻ്റെ കയ്യിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണം എളുപ്പമായിരുന്നു. വിത്തിൻ ഡേയ്സ് അവരെ ഏകദേശം നിലംപരിച്ചാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ ഗാസ സ്ട്രിപ്പിൽ ഇവിടെ ഹമാസ് ആദ്യകാലങ്ങളിൽ ഇസ്രായേലിന് കൃത്യമായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഹമാസ് ശക്തി ആർജിച്ച് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇസ്രായേൽ അധികം ഇവർക്ക് ജോലിയെല്ലാം കൊടുക്കുന്നു, ഇസ്രായേലുമായിട്ട് ഇവർ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്നുള്ള ഇൻ്റലിജൻസ് പെനിട്രേഷൻ കുറഞ്ഞു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇവർ അസസ് ചെയ്തതിനും അപ്പുറത്തായിരുന്നു ഈ ഇവരുടെ തുരങ്ക ശൃംഖലയുടെ വിസ്തീർണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് തുരങ്കം ഇവർ നശിപ്പിച്ചു, നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് അതിൻ്റെ കൂടുതലുള്ളതാണ്. പക്ഷേ അതിനെല്ലാം അപ്പുറത്താണ്. കാരണം ഇവർ വളരെ ടാക്റ്റിക്കലായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് ഉയർന്നു വരാനും കൃത്യമായ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനും മിസൈൽ ആക്രമണം നടത്താനും അതിനുശേഷം കൃത്യമായിട്ട് ഉള്ളിലേക്ക് പോയിട്ട് ഒളിക്കാനും എല്ലാം പറ്റുന്ന രീതിയിൽ വളരെ ടാക്റ്റിക്കലായിട്ട് ഇവർ ഇത് ടണൽ നിർമ്മിച്ചു. ഏകദേശം നമുക്കറിയാം, ഇപ്പോൾ അമേരിക്കയുടെ കാര്യം തന്നെ എടുക്കാം. അമേരിക്ക വിയറ്റ്നാമിൽ യുദ്ധം ചെയ്ത കാലത്ത് അവിടെ ഇതുപോലെ ജനവാസ മേഖലയിലായിരുന്നില്ല, വനത്തിലൂടെയായിരുന്നു അന്ന് അവർ ടണലുകൾ നിർമ്മിച്ചത്. അതും ഇത്രയും ഒരുപാട് ബൃഹത്തായ ഒരു ശൃംഖല പോലും ഇല്ലായിരുന്നു വിയറ്റ്നാമിൽ. എന്നിട്ടും കൂടെ അമേരിക്കയ്ക്ക് എല്ലാ അടവുകളും പയറ്റിയിട്ടും അന്നേക്ക് അമേരിക്ക തോറ്റവിടുന്ന് പിൻവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെയാണ് അങ്ങനെയുള്ള സാഹചര്യം സാഹചര്യത്തിൽ അമേരിക്ക പോലുള്ള ശക്തമായിട്ടുള്ള ഒരു രാജ്യം തോറ്റ ഒരു സ്ഥാനത്ത് അതേ രീതിയിലാണ് ഇവിടെ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
2.3 ബില്യൺ ആളുകളുടെ അടിയിലാണ് ഇതിരിക്കുന്നത്, ഈ തുരങ്കങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് പതിയെയാണ് അതിൻ്റെ കാര്യങ്ങൾ അവിടെ നീങ്ങിക്കൊണ്ടിരുന്നത്. ഒന്ന് കാഷ്വാലിറ്റി അധികം ഉണ്ടാകാൻ പാടില്ല, എന്നിട്ട് പോലും 60,000-ന് മുകളിൽ കാഷ്വാലിറ്റി ഉണ്ടായി എന്നുള്ളതാണ്. ഇത്രയും ബൃഹത്തായ തുരങ്ക ശൃംഖല, നമുക്കറിയാം സ്കൂളുകളുടെ അടിയിൽ, ഹോസ്പിറ്റലുകളുടെ അടിയിൽ, ഇങ്ങനെ എല്ലാ അടിയിൽ കൂടെ തുരങ്കത്തിൻ്റെ ശൃംഖലകളായിരുന്നു. അതിനെയെല്ലാം പതിയെ തീർത്ത്, എന്നാൽ അധികം കാഷ്വാലിറ്റി ഉണ്ടാകാനും പാടില്ല. അങ്ങനെ ഇസ്രായേൽ ശ്രദ്ധിച്ച് നീങ്ങിയാണ് ഒരു പരിധി വരെ ഏകദേശം ഇനിയൊരു അല്പം കൂടി ഹമാസ് തീവ്രവാദികൾ അവശേഷിക്കുന്നു എന്നുള്ള. അതുകൊണ്ടാണ് ഈ ട്രംപിൻ്റെ എല്ലാ ആശയങ്ങൾ വന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സമ്പൂർണ്ണമായിട്ട് ജനങ്ങളെ അങ്ങ് ഒഴിപ്പിച്ചേച്ചിട്ട് എല്ലാവരെയും കാരണം ഇവർക്ക് അത്രയും എത്താനുള്ള എന്ന് ഏകദേശം ആ രീതിയിൽ ഈ ക്വാഷ് ചെയ്ത്, ഈ അണ്ടർഗ്രൗണ്ട് ടണലുകളെ ക്വാഷ് ചെയ്ത് പോകാനുള്ളൊരു സംവിധാനം ഇന്ന് നിലവിൽ ഒരു മിലിറ്ററിക്കും അത്രയും വലിയ സംവിധാനമില്ല. ആ രീതിയിൽ ഹമാസ് അവരവിടെ വളർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വളർന്നതുകൊണ്ട് ഇവരെ സമ്പൂർണ്ണമായിട്ട് ഇവിടെ ഇല്ലാതാക്കാതെ ഈ ഗാസ വിട്ടു പോകുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. അത് അമേരിക്കയ്ക്ക് ഉറങ്ങിയ എല്ലാ രാജ്യങ്ങൾക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരും പലപ്പോഴും ഇസ്രായേലിനെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഇസ്രായേലിനെതിരെ ഈ അടുത്ത സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളെ എതിർത്തു എന്നുള്ളൊരു കാരണം എന്ന് പറയുന്നത് അത് വേറൊരു കാരണമാണ്. കാരണം അത് ഉക്രൈനെ അമേരിക്ക ആയുധമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിനെ അവരിപ്പുറത്ത് പ്രഷർ ചെയ്തു. കാരണം യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അവിടെ ഉക്രൈനെ താങ്ങി നിർത്തുക എന്നുള്ളത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം ഇവിടെ ഇസ്രായേലിനെ താങ്ങി നിർത്തുക എന്നുള്ളത്. അപ്പോൾ ഇത് തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഇതുമായിട്ട് ക്ലബ്ബ് ചെയ്ത് യോജിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇസ്രായേൽ ഇവിടെ സൈനിക നടപടി, ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസാന ഹമാസ് തീവ്രവാദിയെ ഞങ്ങൾ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരും. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ ടണലുകളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഭാവിയിൽ ഇസ്രായേലിന് വളരെ വലിയ ദോഷം ചെയ്യും. മാത്രമല്ല ഇസ്രായേലിലേക്ക് അടക്കം ഇവർ ടണലുകൾ ഇതുവഴി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ സൈനിക നടപടി ഇനിയും നീളും എന്നുള്ളതാണ്. കാരണം ഈ ടണലുകളെല്ലാം ഇല്ലാതാക്കാൻ സമയമെടുക്കുന്നു. അതുകൊണ്ട് ഇനിയും ഇവിടുത്തെ സൈനിക നടപടി നീളും. പക്ഷേ എത്ര നീണ്ടാലും ഇവിടുത്തെ ഈ ടണലുകൾ അടക്കം ഇല്ലാതാക്കി ഹമാസ് തീവ്രവാദികളെയും സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ടല്ലാതെ ഇസ്രായേൽ ഇവിടുന്ന് പിന്മാറുകയില്ല, അമേരിക്ക ഇവിടെ നിന്ന് പിന്മാറുകയില്ല. പലപ്പോഴും പല പ്രശ്നങ്ങളും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും ഇത് അവരുടെ അൾട്ടിമേറ്റ് എയിമാണ്. ഇതിൽ നിന്ന് അവർ പിന്മാറില്ല. കാരണം നമുക്ക് നോക്കി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, എന്തൊക്കെ ഗാസയിൽ ആളുകളെ കൊല്ലുന്നു എന്ന് പറയുന്ന പ്രശ്നമുണ്ടായി, 60,000 ആളുകൾ മരിക്കുന്ന പ്രശ്നമുണ്ടായി, പല ഇസ്ലാമിക രാജ്യങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് ഇവരാരും ഇതിൽ നിന്ന് പിന്മാറിയില്ല, അമേരിക്ക പിന്മാറിയില്ല, ഇസ്രായേൽ പിന്മാറിയില്ല. കാര്യം വളരെ വ്യക്തമാണ്. ഇത് കൃത്യമായ ടാർഗറ്റാണ്. ഇത് മുഴുവൻ അവസാനിപ്പിച്ചിട്ടേ ഇവർ ഇവിടുന്ന് മാറുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം സമാധാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ സമ്പൂർണ്ണമായിട്ട് അവർ തന്നെ അവിടുന്ന് ഇല്ലാതാക്കേണ്ട സാഹചര്യം ഉണ്ടാകണം. പക്ഷേ അത് ഉണ്ടാകാത്തിടത്തോളം കാലം ഇത് സമ്പൂർണ്ണമായിട്ട് ഹമാസ് തീവ്രവാദികൾ ഇല്ലാതാകുന്നത് വരെ ഇസ്രായേൽ ഇവിടെ സൈനിക നടപടി തുടരും. അതിപ്പം ഒരു പക്ഷേ ഏത് രാജ്യങ്ങൾ എതിർത്താലും, ഇതുവരെ ഒരുപാട് രാജ്യങ്ങൾ എതിർത്തു, പക്ഷേ അതിനെല്ലാം മറികടന്ന് ഇവിടെ ഗാസയുടെ കാര്യത്തിൽ ഇസ്രായേൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് അവർ ഇല്ലാതാക്കിയിട്ടേ മാറുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമുക്കവിടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഓക്കെ, എൻ്റെ അത് ഒരു പോയിന്റ് കൂടി നമ്മൾ ഒന്ന് പറയേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതായത് യുദ്ധ മുന്നണിയിൽ അത് ഇരു വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് അതിൻ്റെ ഒരു നഷ്ടം സംഭവിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഏതൊരു യുദ്ധമായിക്കോട്ടെ, ആരുടെ ഭാഗത്തായിക്കോട്ടെ ന്യായം. പക്ഷേ അത് ദുരിതവും പ്രതിസന്ധിയും വരുത്തി വയ്ക്കുന്നത് സാധാരണക്കാർക്ക് നേരെയാണ്. പക്ഷേ നമ്മൾ മറ്റൊരു ആംഗിളിലൂടെ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഗാസയിലെ സാധാരണക്കാർ ഒക്കെ അവർ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, ദുരിതം അനുഭവിക്കുന്നുണ്ട്, പട്ടിണിയൊക്കെ അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു ആംഗിളിലൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇവർ സ്വയം വരുത്തിവെച്ച ഒരു ദുരിതം തന്നെയല്ലേ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമുക്കറിയാം എത്ര മനോഹരമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഗാസയിലെ സാധാരണക്കാരും ഇസ്രായേലും തമ്മിൽ. ഈ ഒക്ടോബർ 7-ന് ശേഷമുള്ള അവിടുത്തെ സാഹചര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗാസയിലെ നമുക്കറിയാം ഇപ്പോൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ഒരുപക്ഷെ ഒക്ടോബർ 7-ന് മുമ്പ് ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് വൈകുന്നേരങ്ങളിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെ നിരവധി പേർ ഗാസയിൽ നിന്നും വന്ന് ഇസ്രായേൽ രാവിലെ ബോർഡർ ക്രോസ് ചെയ്യുന്നു, പകൽ അവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു, വൈകിട്ട് ഇസ്രായേലിൽ തിരിച്ച് ഗാസയിലേക്ക് പോകുന്നു. ഗാസയുടെ എക്കണോമി തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന നിരവധി കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തടയിട്ടുകൊണ്ട്, പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ട്, പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹമാസ് ഭീകരർ ഒക്ടോബർ 7-ാം തീയതി ആ ഒരു ആക്രമണം നടത്തിയത്. മാത്രമല്ല ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൽ നിന്നും സാധാരണക്കാരായിട്ടുള്ളവരെ ഈ ഹമാസ് ഭീകരർ ഗാസയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ഹമാസ് ഭീകരരെക്കാളും ഏറ്റവും കൂടുതൽ ക്രൂരതകൾ കാണിച്ചത് അവിടുത്തെ ഈ മൈനറായിട്ടുള്ള പല കുട്ടികളും ആണ് എന്ന ചില ദൃശ്യങ്ങൾ സഹിതം നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം
നമുക്കറിയാം ഈ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സ്ത്രീകളുടെ നഗ്ന ശരീരത്തിന് നേരെ ഇവർ വടികൊണ്ട് അടിക്കുന്നു, തൊഴിക്കുന്നു, തുപ്പുന്നു, അങ്ങനെ സകലവിധ വൃത്തികേടുകളും കാണിക്കുന്നു. ഹമാസ് എന്തോ വലിയ സംഭവമാണ് എന്ന ഒരു മിഥ്യാധാരണയാണ് ഇപ്പോഴും ഗാസയിലെ ഭൂരിഭാഗം സാധാരണക്കാരുടെ ഇടയിലും ഉള്ളത്. എന്ന് ഇവർക്ക് ഈ ഹമാസിനെ തള്ളി പറയാൻ നട്ടലുണ്ടാകുന്നു, അന്ന് ഇവരുടെ ദുരിതം അവസാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഹമാസാണ് ഗാസയിലെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മൂല കാരണം എന്ന് പറയുന്നത്. ഹമാസിനെ വലിയൊരു എന്തോ വലിയൊരു സംഭവമായിട്ട് അവരിങ്ങനെ ഉയർത്തി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയൊരു വിഭാഗം ജനം ഗാസയിലുണ്ട്. അവരാണ് ഗാസയിലെ ജനങ്ങളുടെ പ്രതിസന്ധിക്കുള്ള ഒരു മൂല കാരണം എന്ന ഒരു അടിസ്ഥാന തത്വം ഇവർ തിരിച്ചറിയുന്നില്ല. മാത്രമല്ല ഈ അറബ് രാജ്യങ്ങൾ പോലും ഈ കഴിഞ്ഞ ദിവസം ഹമാസിനോട് പറയുകയുണ്ടായി, ഗാസയിലെ ഭരണത്തിൽ നിന്നും ഹമാസ് ഒഴിയണം, ആയുധം താഴെ വയ്ക്കണം. അറബ് രാജ്യങ്ങൾ പോലും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യം അല്ല. അതിനാൽ തന്നെ ഈ സാധാരണക്കാർ എന്ന് ഹമാസിനെ തള്ളി പറയാൻ തയ്യാറാകുന്നു, എന്ന് അന്ധമായിട്ടുള്ള ഒരു ഇസ്രായേൽ വിരുദ്ധത അവരുടെ മനസ്സിൽ നിന്നും അവർ ഉന്മൂലനം ചെയ്യാൻ തയ്യാറാകുന്നു, അന്ന് ഗാസയുടെ പ്രതിസന്ധി അവസാനിക്കും. അത് ഉന്മൂലനം ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് ചില തീവ്ര മത ചിന്തകളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നടത്തിയതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. നമുക്കറിയാം പഹൽഗാമിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ പാകിസ്ഥാൻ ഭീകരർ വെടിയുതിർത്ത് അവരെ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യ നടത്തിയൊരു പ്രതികരണമുണ്ട്. സമാനമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഇസ്രായേലും നടത്തിയിട്ടുള്ളത്. അത് ഏത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേരെ ആര് വെടിയുതിർത്താലും ആ രാജ്യം കൃത്യമായിട്ട് അത് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. അത് തീർച്ചയായിട്ടും ആ പ്രതികരണത്തിലേക്ക് നയിച്ച ഫാക്ടേഴ്സ്, ഘടകങ്ങളെ അവർക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ, ആ കാര്യമാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെ കുറച്ച് കാണുകയല്ല. അത് തീർച്ചയായിട്ടും അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. പട്ടിണി മരണം നമുക്കറിയാം. ഗാസയിലൊരു കത്തോലിക്ക ദേവാലയത്തിന് നേരെ പോലും ഇസ്രായേൽ പറയുന്നത് അത് അബദ്ധത്തിലാണ് സംഭവിച്ചത്, ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരാണ് ദുരിതം അനുഭവിക്കുന്നത്. അവരുടെ പ്രതിസന്ധി ഒരു തരത്തിലും കുറച്ച് കാണുന്നില്ല. പക്ഷേ അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവർ ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ ദുരിതം വരുന്നു? ഈ അന്ധമായിട്ടുള്ള ഇസ്രായേൽ വിരോധം അവസാനിപ്പിക്കാൻ സമയമായില്ലേ? ഹമാസിനെ തള്ളി പറയാൻ സമയമായില്ലേ എന്ന ഒരു ചിന്തയിലേക്ക് അവർ വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ജോർജ്, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യഹിയ സിൻവാർ ആയിരുന്നല്ലോ ഈ ആക്രമണങ്ങളുടെ എല്ലാം സൂത്രധാരനായിട്ട് നിന്നത്. യഹിയ എന്ന പേര് ഇപ്പോൾ UK-യിലെ 100 ഏറ്റവും പോപ്പുലറായിട്ടുള്ള 100 പേരുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കും. അതായത് ജനിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇടുന്ന പേരുകളിൽ 100-ൽ 1. അവിടെ വെറും 4% മുസ്ലിമുകളാണെന്ന് ഓർക്കണം. അവിടെയാണ് യഹിയ എന്ന പേര് ഇത്രത്തോളം പോപ്പുലറായിട്ട് വന്നിരിക്കുന്നത്. ഈ യഹിയ സിൻവാർ ഒക്ടോബർ 7 പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ ഗാസയിൽ അദ്ദേഹം നിർമ്മിച്ചത് തുരങ്കങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ്. റോബിൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. ആ തുരങ്കങ്ങളിലിരുന്ന് കഴിഞ്ഞാൽ തങ്ങളെ ആർക്കും പിടിക്കാൻ പറ്റില്ല, തങ്ങളെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നൊരു മിഥ്യാധാരണയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ 251 ബന്ദികൾ, ആ ബന്ദികളെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മതപരമായ ഒരു ആശയപ്രകാരം, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപ്രകാരം അദ്ദേഹം അതൊരു വിലപേശൽ ചിപ്സ്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇത് വിലപേശൽ ചിപ്സുകളാണ് ഈ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കും, ഇസ്രായേലിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഇസ്രായേലിന് വരാൻ സാധിക്കില്ല എന്നൊരു മിഥ്യാധാരണയുടെ പുറത്താണ് ഇതെല്ലാം സംഭവിച്ചത്. അതായത് ലോകത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ ഇപ്പോഴും യഹിയ താരമാണ്. ഇത്രയധികം ക്രൂരതകൾ ഇസ്രായേലിനെതിരെ പ്ലാൻ ചെയ്ത, അവിടുത്തെ സാധാരണ ജനങ്ങളോട്, ജൂതനോട് പ്ലാൻ ചെയ്ത, ഇസ്രായേൽ എന്ന രാജ്യത്തോടല്ല ജൂതനോട് പ്ലാൻ ചെയ്ത യഹിയ സിൻവാർ ഇന്ന് താരമാണ്. ഈ താരത്തെ ആരാധിക്കുന്നവരാണ് ഇവിടെ പലരും. അതുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഈ ഹമാസിൻ്റെ ക്രൂരതകളെ തള്ളിപ്പറയാൻ സാധിക്കാത്തത്. അത് കറക്റ്റാണ്. കാരണം ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ കോടീശ്വരന്മാരാണ്. ഇവരുടെ സ്വത്ത് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗാസയിലെ പട്ടിണി പകുതി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അനന്തമായ വികസന സാധ്യതകളുള്ളൊരു പ്രദേശമാണ് ഗാസ. അതിനാൽ തന്നെയാണ് ട്രംപൊക്കെ ഗാസേനെ ഒരു റിസോർട്ട് ഭൂമിയാക്കി മാറ്റുമെന്നൊക്കെ പറയും. നല്ല മനോഹരമായിട്ടുള്ള ബീച്ചുകൾ. അരുൺ പറഞ്ഞതുപോലെ ഇവർ ഈ തുരങ്ക ശൃംഖലയ്ക്ക് പകരം അവിടെ ആശുപത്രികൾ, സ്കൂളുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഗാസയുടെ സാധാരണക്കാരുടെ വികസനത്തിന് തൊഴിലിന് ഉതകുന്ന സ്ഥാപനങ്ങളൊക്കെ പണിതിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ഗൾഫായിട്ട് ഒരുപക്ഷെ ഗാസ മാറുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഫണ്ട്, സാധാരണക്കാർക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളൊക്കെ ഗാസയിലേക്ക് ഒഴുക്കിയ ഫണ്ട് എല്ലാം പോയിക്കൊണ്ടിരുന്നത് യഹിയ സിൻവാറിൻ്റെയും ഇസ്മായിൽ ഹനിയുടെയും അങ്ങനെ ഹമാസ് ഭീകരരുടെയും ഒക്കെ പോക്കറ്റിലേക്കാണ്. അത് സാധാരണക്കാരുടെ പോക്കറ്റിലേക്കല്ല പോയത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് ഗാസാനും. അവർ ആ പണം വെച്ച് ആയുധങ്ങൾ നിർമ്മിച്ചു, തുരങ്കങ്ങൾ നിർമ്മിച്ചു. ഈ ഗാസയുടെ അവസ്ഥ കണ്ട് UN മറ്റ് രാജ്യങ്ങളും അവിടെ ആശുപത്രികൾ നിർമ്മിച്ചു, സ്കൂളുകൾ നിർമ്മിച്ചു. പക്ഷേ ഈ സ്കൂളുകളിലും ആശുപത്രിയുടെ ഉള്ളിൽ തുരങ്കം നിർമ്മിക്കാൻ ഹമാസ് മറന്നില്ല.
ശരിക്കും എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് ഇപ്പോൾ പറയുകയാണ്, ഹമാസെ നിങ്ങൾ നിർത്ത്, നിങ്ങൾ കീഴടങ്ങ്, നിങ്ങൾ ആ ബന്ദികളെ വിട്ടുകൊടുക്ക്, നിങ്ങൾ ആ ഗാസയിലെ ജനത്തിന് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക, അവരെ തിരിച്ചു വരാൻ, അവർക്ക് തിരിച്ച് ജീവിക്കാനൊരു അവസരം കൊടുക്കുക. പക്ഷേ ഹമാസ് വഴങ്ങുന്നില്ല. അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ഹമാസിനെ തള്ളിപ്പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ ഹമാസിനെ തള്ളിപ്പറയുന്നു, ഹമാസിനോട് ആയുധം താഴെ വയ്ക്കുവാൻ പറയുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ പാലസ്തീൻ ജനതയെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന പാലസ്തീൻ അതോറിറ്റി ഹമാസിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, ഗാസയിലെ സാധാരണ ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അതുതന്നെയാണ് അവരുടെ ദുരന്തങ്ങൾക്ക് കാരണം, പ്രതിസന്ധിക്ക് കാരണം. മാത്രമല്ല, അതിനിർണായകമായിട്ടുള്ളൊരു തലത്തിലൂടെ മധ്യപൂർവേഷ്യ കിടക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒരു ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഏത് പ്രദേശത്ത് പിടിമുറുക്കുന്നുവോ ആ പ്രദേശത്തിനുണ്ടാകുന്ന ആ ദുരന്തത്തിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് ഗാസ നമുക്ക് നൽകുന്നത്. മാത്രമല്ല, നിശബ്ദമായിട്ട് പോലും ഈ ഭീകരതയ്ക്ക്, തീവ്രവാദത്തിന് കുടപിടിച്ച് കഴിഞ്ഞാൽ അത് തിരിഞ്ഞുകൊത്തും എന്നതിൻ്റെ ഒരു നേർദൃഷ്ടാന്തം തന്നെയാണ് ഗാസയിലെ സാധാരണക്കാർ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി. അതിനാൽ ഈ ഗാസയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ള, ഗാസയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വൈറസായിട്ടുള്ള ഹമാസ് ഭീകരരെ ഉന്മൂലനം ചെയ്യുവാൻ, തുടച്ച് നീക്കുവാനുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു നീക്കത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുവാൻ ലോക രാഷ്ട്രങ്ങൾ തയ്യാറാകട്ടെ. ഹമാസിൻ്റെ ആ ഭീകര അജണ്ടയെ തിരിച്ചറിയുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂട നേതൃത്വങ്ങൾക്കും സാധിക്കട്ടെ. ഗാസയിലെ സാധാരണക്കാരുടെ പ്രതിസന്ധി എത്രയും വേഗം അകലട്ടെ, പട്ടിണി മാറട്ടെ. അങ്ങനെ ഒരു വികസിത പ്രദേശമായി, ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് ഗാസ മാറട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.